ഇങ്ങനെ ഒരു കെട്ട് ഒരു സ്ത്രീ വിൽക്കുന്നതുണ്ട്. കുറച്ച് മരത്തിൻ്റെ കമ്പുകളാണ് ഇതിങ്ങനെ കെട്ടി വെച്ചിട്ട് ഓരോ ബണ്ടിലായിട്ട് അവർ വിൽക്കുന്നുണ്ട്. അപ്പോൾ മറ്റൊരു വീടിൻ്റെ മുൻവശത്തേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കുന്നത് മനോഹരമായി വരച്ചിരിക്കുന്ന ഒരുപാട് ചിത്രങ്ങളാണ്. അങ്ങനെ കുറച്ച് ചിത്രങ്ങൾ ഈ വീടിൻ്റെ മുൻവശത്ത് കാണാൻ കഴിഞ്ഞു. അപ്പോൾ ഇവിടെ നമ്മൾ അന്വേഷിച്ചപ്പോൾ നമുക്കറിയാൻ കഴിഞ്ഞത് ഇതിൻ്റെ പേര് ബറി എന്നാണ്. ഇത് ഒഡീഷക്കാരുടെ വളരെ വിശിഷ്ടമായിട്ടുള്ളൊരു ഭോജ്യങ്ങളിലൊന്നാണ്. ഹലോ, എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. നമ്മളങ്ങനെ ഏറെ ദൂരം പിന്നെയും സഞ്ചരിച്ച് മറ്റൊരിടത്തേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. നമ്മളിപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്ന സ്ഥലം റൂർക്കല എന്ന മനോഹരമായ ഒരു നഗരത്തിലേക്കാണ്. മനോഹരം എന്ന വാക്ക് അതിന് അന്വർത്ഥമാകുന്ന രീതിയിൽ തന്നെയാണ് അത് ഞാൻ എടുത്തു പറഞ്ഞത്. റൂർക്കല എന്ന് പറയുന്നത് വളരെ മനോഹരമായ ഒരു സിറ്റിയാണ് കേട്ടോ. അത് പറഞ്ഞറിയിക്കാനായിട്ട് സാധിക്കില്ല. നമ്മൾ ഈ ഒരു ഭാഗത്ത് വന്നു കഴിയുമ്പോൾ അത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇന്ത്യയിലെ പല സിറ്റികളിലൂടെയും നമ്മൾ യാത്ര ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് പൂനെ ആണെങ്കിലും മുംബൈ ആണെങ്കിലും അതോടൊപ്പം തന്നെ ബാംഗ്ലൂരാണെങ്കിലും. അപ്പോൾ അതുപോലെയൊക്കെ തന്നെ വളരെ മനോഹരമായിട്ട് കീപ്പ് ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ വളരെ വൃത്തിയായിട്ട് സൂക്ഷിച്ചിരിക്കുന്ന ഒരു നഗരമാണ് റൂർക്കല. റൂർക്കല എന്ന സ്ഥലത്തെക്കുറിച്ച് കുറച്ചെങ്കിലും ആൾക്കാർക്ക് അറിയാൻ സാധിക്കുന്നതാണ്. അതിനുള്ള പ്രധാന കാരണം ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന, അതുമാത്രമല്ല അതോടൊപ്പം തന്നെ ഏറ്റവും വലിയ സ്റ്റീൽ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്നത് റൂർക്കലയിലാണ്. അങ്ങനെ ഒരു വലിയ പൊതുമേഖലാ സ്ഥാപനമാണ് റൂർക്കലയിലുള്ളത്. അപ്പോൾ എന്തായാലും അങ്ങനെ റൂർക്കല എത്തിയപ്പോഴത്തേനും നമ്മോടൊപ്പം കുറച്ച് സുഹൃത്തുക്കളെ എൻ്റെ ഇടത്തും വലത്തൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതിലൊരാൾ ആദ്യമേ നിൽക്കുന്നത്, വലത്തെ സൈഡ് നിൽക്കുന്നത് നമുക്കൊക്കെ അറിയാവുന്ന, നമ്മോടൊപ്പം കഴിഞ്ഞ യാത്രകളിലൊക്കെ ഉണ്ടായിരുന്ന ജോൺസൺ മാഷിൻ്റെ മോനാണ്. അദ്ദേഹം ഇവിടെയാണ് പഠിക്കുന്നത്. എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ NIT റൂർക്കലയിലാണ് ഇദ്ദേഹം ഇപ്പോൾ PhD ചെയ്യുകയാണ്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ പേര് ബിൻസൺ എന്നാണ്. നമ്മൾ ഷിൻസനെ പരിചയപ്പെട്ടു, അതോടൊപ്പം തന്നെ ജോൺസൺ മാഷിനെയും കഴിഞ്ഞ യാത്രകളിലൊക്കെ പരിചയപ്പെട്ടു. അതിലിനി ഒരാളും കൂടെ പരിചയപ്പെടാനുണ്ടായിരുന്നത് ഇദ്ദേഹമാണ് ബിൻസൺ. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഇദ്ദേഹം ഇവിടെയാണ് NITയിലാണ് പഠിക്കുന്നത്. അതോടൊപ്പം തന്നെ മറ്റൊരു NIT സ്റ്റുഡൻ്റാണ്. ഇദ്ദേഹം ഇവിടെ റിസർച്ച് ചെയ്യുകയാണ് NIT തന്നെ. ഇദ്ദേഹം ഇവിടുത്തെ തദ്ദേശീയമായിട്ടുള്ള ആളാണ്. അപ്പം ഇദ്ദേഹത്തിൻ്റെ പേര് കിരൺ എന്നാണ്. ഇനി അടുത്തയാൾ ഒരു മലയാളിയാണ്. അദ്ദേഹം NITയിലുള്ള ആളല്ല. അദ്ദേഹം ഇവിടെ ഒരു കോൺഫറൻസുമായിട്ട് വന്നതാണ്. അദ്ദേഹത്തിൻ്റെ പേര് ജുനൈദ് എന്നാണ്. അദ്ദേഹം പഠിച്ചത് കേരള ഫിഷറീസ് യൂണിവേഴ്സിറ്റിയിലാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഒരു കോൺഫറൻസുമായി ബന്ധപ്പെട്ട് NITയിലേക്ക് വന്നു ചേർന്നതാണ്. അങ്ങനെ നമ്മോടൊപ്പം ഈ ഒരു യാത്രയിലും പങ്കുചേർന്നു. ഇവരൊക്കെയാണ് നമ്മുടെ കൂടെ ഇന്ന് സഹായത്തിനായിട്ട് എത്തിയത്. അങ്ങനെ ഇവരുടെ സഹായത്തോടു കൂടി റൂർക്കലയിൽ നിന്ന് ഏകദേശം ഒരു 30 കിലോമീറ്ററോളം സഞ്ചരിച്ച് ഒരു ഗ്രാമത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. ഈ ഒരു ഗ്രാമത്തിൻ്റെ പേര് ജൊക്കേത്ത എന്നാണ്. ഇതൊരു ചെറിയ ഗ്രാമമാണ്, ഒരു കാർഷിക ഗ്രാമം കൂടിയാണ്. അതോടൊപ്പം തന്നെ ഇവിടുത്തെ വീടുകളൊക്കെ കാണാനാണെങ്കിലും ഒരു പ്രത്യേക രീതിയാണ്. അതൊക്കെയാണ് നമ്മളിനി കാണാനും പോകുന്നത്. എങ്ങനെയാണ് ഈ ഒരു ഗ്രാമത്തിലേക്ക് നമ്മൾ എത്തിച്ചേർന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ബിൻസനെ കോൺടാക്ട് ചെയ്തപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു ഒഡീഷയിലെ കുറച്ച് ഗ്രാമക്കാഴ്ചകൾ കാണണം, അല്ലെങ്കിൽ റൂർക്കലയിലെ കുറച്ച് ഗ്രാമക്കാഴ്ചകൾ കാണണമെന്ന് പറഞ്ഞപ്പോൾ അപ്പോൾ ബിൻസൺ പറഞ്ഞു നമ്മുടെ ഒരു സുഹൃത്തുണ്ട്, അതായത് ഇദ്ദേഹം. അപ്പോൾ നമുക്ക് കിരണിൻ്റെ സഹായം തേടാം, അദ്ദേഹം ഇവിടുത്തെ തദ്ദേശീയമായ ആളാണല്ലോ, അപ്പം നമുക്ക് അദ്ദേഹത്തോട് ചോദിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ബിൻസൻ്റെ സഹായത്തോടു കൂടി കിരണോട് ചോദിച്ചപ്പം വളരെ സന്തോഷത്തോടു കൂടി അദ്ദേഹത്തിൻ്റെ തിരക്കിനിടയിലാണെങ്കിൽ പോലും നമ്മളെ സഹായിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഈ ഒരു ഗ്രാമത്തിലേക്ക് നമ്മൾ എത്തിച്ചേർന്നത്. അനിൽ സാറാണ് ക്യാമറ കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഇന്ത്യ ഇൻസൈറ്റ് ചാപ്റ്റർ 1ൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. വെൽക്കം ടു ബിബ്രോ സ്റ്റോറീസ്. നമ്മൾ ബിബിൻ നേരത്തെ പറഞ്ഞ പോലെ റൂർക്കലയിൽ നിന്ന് കുറച്ച് മാറിയിട്ടുള്ള ഒരു ജക്കോത്ത എന്ന് പറഞ്ഞൊരു ഒഡിയ ഗ്രാമത്തിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മളിവിടെ എത്തിച്ചേർന്നത് ഇവരുടെയൊക്കെ സഹായത്തോടു കൂടി തന്നെയാണ്. ഇതൊരു ചെറിയ ഗ്രാമമാണ്. നമ്മൾ ചുറ്റും നോക്കിക്കഴിഞ്ഞാൽ ധാരാളം കറ്റകൾ മെതിക്കുന്നതിന് മുന്നോടിയായിട്ട് ഇവിടെ കൊണ്ട് കൂട്ടി വെച്ചിട്ടുണ്ട്. അതുമാത്രമല്ല മെതിച്ച കറ്റകളൊക്കെ അവർ വൈക്കോലായിട്ട് കൂട്ടിയിട്ടിട്ടുമുണ്ട്. അപ്പോൾ ഇത് നോക്കിക്കഴിയുമ്പോൾ വളരെ ഒരു ശാന്തസുന്ദരമായൊരു ഗ്രാമമായിട്ടാണ് തോന്നുന്നത്. ധാരാളം ആൾക്കാരൊന്നുമില്ല. ഇപ്പോൾ ഇവിടെ എത്തുന്നതിന് മുന്നേ ആയിട്ട് ഈ ഗ്രാമത്തെ സംബന്ധിച്ചിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ അന്വേഷിക്കാനായിട്ട്, അപ്പോൾ കിരണ് ഒഡിയ ഭാഷ അറിയാവുന്നതുകൊണ്ട് ഇവിടുത്തുകാരനായതുകൊണ്ടും അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞിരുന്നു ഗ്രാമവാസികളോടൊക്കെ കാര്യങ്ങളൊന്ന് ചോദിച്ച് മനസ്സിലാക്കാൻ. അപ്പോൾ പുള്ളി കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയിരുന്നു. അപ്പോൾ അതിനെ സംബന്ധിച്ച് ഞാൻ കിരണിനോട് ചോദിച്ചിട്ട്, അദ്ദേഹമായിട്ട് ഇംഗ്ലീഷിൽ ചോദിച്ചിട്ട് അതിൻ്റെ മലയാള വിവർത്തനം എന്താണെന്ന് വെച്ചാൽ പറഞ്ഞു തരാം. Kiran, yes, when we came here, okay, I was asking you to just ask some villagers about the details of the village, like how many houses are there, how much people are residing in this village, and also the other details. Did they said you anything about yes, it? Yes, they said me. This village name is Jakota village. It is near to Nuagaon. It's in Sundargarh district, Odisha, and nearly in this village about 80 families are residing, and average 5 to
6 members are there. In a family, Average is 5 to 6 members are there. So almost about 400 people are living in this village. ഓക്കെ, കിരണുമായിട്ട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് കിരൺ നേരത്തെ അവരോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ പ്രകാരം പുള്ളി കുറച്ച് ഇൻഫർമേഷൻസ് ഒക്കെ ഗ്യാദർ ചെയ്തിരുന്നു. ജക്കോത്ത് എന്ന് പറഞ്ഞ വില്ലേജ് ഒഡീഷയിലെ സുന്ദർഗാഹ് എന്ന് പറഞ്ഞ ഒരു ഡിസ്ട്രിക്റ്റിൻ്റെ ഭാഗമാണ്. നുവാഗോൺ എന്ന് പറഞ്ഞൊരു ചെറിയൊരു പട്ടണം ഇതിൻ്റെ അടുത്ത് ഉണ്ട്. അപ്പോൾ ഇവിടെ ഗ്രാമവാസികളോട് ചോദിച്ചപ്പോൾ ഏകദേശം ഒരു 80 വീടുകളാണ് ഇവിടെ ഉള്ളതെന്നാണ് അവർ പറഞ്ഞത്. ഒരു വീട്ടിൽ ഒരു 5 അംഗങ്ങൾ ഉണ്ടാകുമെന്നാണ് അവർ പറഞ്ഞത്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഈ ഒരു ഗ്രാമത്തിൽ ഒരു 400ഓളം ആൾക്കാർ താമസിക്കുന്നുണ്ടെന്നാണ് കിരൺ നമ്മളോട് പറഞ്ഞത്. Any more information about that? Yes, I just asked about them. What is their livelihoods? How they are earning? So most of the youngsters from these villages, they are going outside for some earning. For coolie, as coolies? As a labor, and some are very littles are educated. So mostly they are going for labor purpose to other states or to the nearest town. And 20 to 30% are earning through cultivation. They are doing some agriculture, like vegetables and rice grains. Like that only. അപ്പം കിരൺ അവരോട് ചോദിച്ചപ്പോൾ അവരുടെ ഒരു ജീവനോപാധി എന്താണെന്ന് ചോദിച്ചപ്പോൾ കൃഷിയാണെന്നാണ് പറഞ്ഞത്. അവർ കുറച്ചൊക്കെ കൃഷി ഇവിടെ ചെയ്യുന്നുണ്ട്. പ്രധാനമായിട്ടും നെല്ലാണ് കൃഷി ചെയ്യുന്നത്. അതുമാത്രമല്ല കുറച്ച് പച്ചക്കറികളുമൊക്കെ കൃഷി ചെയ്യുന്നുണ്ട്. പിന്നെ ഈ ഗ്രാമത്തിലുള്ളവർ കുറേയേറെ നിരക്ഷരരാണ്. ലിറ്ററസി റേറ്റൊക്കെ വളരെ കുറവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് നല്ല ജോലിയൊന്നും കിട്ടുന്നില്ല. പുറത്തുള്ള നഗരങ്ങളിലാണ് ജോലി എടുക്കുന്നത്. ചിലർ കൂലിയായിട്ടും ലേബറേഴ്സായിട്ടൊക്കെയാണ് പോയി ജോലി എടുക്കുന്നതെന്നാണ് കിരൺ ഗ്രാമവാസികളോട് ചോദിച്ചപ്പോൾ അദ്ദേഹത്തോട് അവർ പറഞ്ഞത്. ഡിഡ് ദേ ആഡ് എനിത്തിങ് മോർ? They are earning that there are little shops in this area, and no one is coming to their shops because the population is very low and very less people are there in the daytime. So mostly for marketing, they used to go to nearest town, Nuagaon, for all kinds of marketing purpose, and they have a very small school in this village. And the other for medical purpose, they have to travel to that 3 kilometers for all that medical small Nuagaon. Nuagaon is that basic. It is the basic for all basic needs. They are going to Nuagaon for education. There is college, medical facility, everything. They are going to Nuagaon. അവർ ഇദ്ദേഹത്തോട് പറഞ്ഞ മറ്റു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഗ്രാമത്തിൽ കുറച്ച് ദാരിദ്ര്യം തന്നെയാണ്. അവർക്ക് ജോലിയൊന്നുമില്ല. പിന്നെ കുറച്ച് ആൾക്കാരൊക്കെ കടകൾ ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. ആ കടകളിലൊന്നും കാര്യമായി കച്ചവടം കിട്ടുന്നില്ലെന്നാണ് പറഞ്ഞത്. പിന്നെ ഈ ഗ്രാമത്തിൽ വിദ്യാഭ്യാസത്തിനായിട്ട് ശരിയായിട്ടുള്ളൊരു സ്കൂളും മറ്റുമൊന്നും ഇവിടെ ഇല്ല. ആകെയുള്ളൊരു അംഗനവാടിയാണ്. അതുകൊണ്ടൊക്കെ തന്നെയാണ് ഈ ഗ്രാമത്തിലെ കുട്ടികളൊക്കെ അധികം പഠിക്കാൻ പോകാത്തത്. പിന്നെ ഇവർ ഹോസ്പിറ്റലിൻ്റെ കാര്യത്തിലും മറ്റു കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ഇത് തൊട്ടടുത്തുള്ള ഒരു ചെറിയ പട്ടണമുണ്ട്. നമ്മളിപ്പോൾ ആ പട്ടണം കടന്നിട്ടാണ് വന്നത്. നുവാഗോൺ എന്നാണ് ആ പട്ടണത്തിൻ്റെ പേര്. അവിടെയൊക്കെയാണ് ഹൈസ്കൂളും കോളേജും ഒക്കെ ഉള്ളത്. അപ്പോൾ ഈ ഗ്രാമത്തിൽ നിന്ന് വിദ്യാഭ്യാസം ആർജിക്കണമെന്നൊക്കെ തോന്നലുള്ള അത്യാവശ്യക്കാർ മാത്രമാണ് തൊട്ടടുത്തുള്ള പട്ടണത്തിൽ പോയി പഠിക്കുന്നതൊക്കെ. അങ്ങനെ നോക്കുമ്പോൾ ശരിക്കും നമ്മുടെ നാട്ടിലുള്ള അല്ലെങ്കിൽ ഇന്ത്യയിലുള്ള ഒരു ടിപ്പിക്കൽ ഗ്രാമം തന്നെയാണ്. മൊത്തത്തിൽ യാതൊരു പുരോഗതിയും കടന്നു വന്നിട്ടില്ലാത്ത, അതുമാത്രമല്ല കൃഷിയെ മാത്രം ആശ്രയിച്ച് ജീവിക്കുന്ന ഒരു കൂട്ടം ആൾക്കാരാണ് ഈ ജൊക്കേത്ത ഗ്രാമത്തിൽ അധിവസിക്കുന്നത്. നമ്മൾ കുറച്ച് മുന്നോട്ട് നടന്നിട്ട് കുറേ വീടുകൾ സ്ഥിതി ചെയ്യുന്നൊരു സ്ഥലത്തെത്തി. ഈ വീടുകളൊക്കെ ഒരു ട്രഡീഷണൽ രീതിയിൽ പണിതിട്ടുള്ള വീടുകളാണ്. ഇതാണ് ശരിക്കുള്ള ഒഡിയ ഗ്രാമങ്ങളിലുള്ള വീടുകൾ, നമ്മൾ ഈ നിൽക്കുന്ന ഭാഗത്തുള്ള വീടുകൾ. അപ്പോൾ നമ്മളിവിടെ എത്തിയപ്പോൾ ഒരു ഗ്രാമീണനെ കാണാൻ പറ്റി. അപ്പോൾ കിരൺ അദ്ദേഹത്തോട് കുറേ ചോദ്യങ്ങളൊക്കെ ചോദിച്ചു. ഗ്രാമത്തിൻ്റെ പുറകിലൊരു പാടമൊക്കെ നമുക്ക് കാണാൻ കഴിയും. അദ്ദേഹം കിരണിനോട് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ അവർക്കൊരു 6 ഏക്കർ പാടശേഖരമുണ്ട്. ഈ പാടശേഖരത്തിൽ അവർ കുറച്ച് സഹോദരന്മാരുണ്ട്. ഇവരെല്ലാം കൂടെ ചേർന്ന് ഒരു കൂട്ടുകൃഷിയാണ് അവിടെ ചെയ്യുന്നതെന്നാണ്. അപ്പോൾ അദ്ദേഹത്തോട് ചോദിച്ചു, നമ്മൾ ഇവിടെ കൃഷി ചെയ്യുന്ന ധാന്യങ്ങൾ പുറത്ത് വിൽക്കാൻ കഴിയുന്നുണ്ടോ എന്ന്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു പുറത്ത് വിൽക്കാൻ കഴിയുന്നില്ല. അവരുടെ ഒരു വർഷത്തേക്കുള്ള ഭക്ഷ്യ ആവശ്യമാണ് ഈ കൃഷിയിലൂടെ അവർ നേടിയെടുക്കുന്നതെന്നാണ്. അതുമാത്രമല്ല അവർ കുറച്ച് പച്ചക്കറി കൃഷിയൊക്കെ ചെയ്യുന്നുണ്ട്. അതുമാത്രമാണ് തൊട്ടടുത്തുള്ള നുവാഗോൺ എന്ന് പറഞ്ഞ ആ ഒരു ചെറിയ പട്ടണത്തിലുള്ള ആഴ്ചച്ചന്തയിൽ അവർക്ക് കൊണ്ടുപോയി വിൽക്കാൻ സാധിക്കുന്നത്. ഞങ്ങൾ തമ്മിൽ സംസാരിച്ചപ്പോൾ കിരൺ ഇവിടെ കണ്ട വീടുകളുടെ ഒരു സ്പെഷ്യാലിറ്റി അല്ലെങ്കിൽ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് എന്നോട് പറയുകയായിരുന്നു. അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ എല്ലാ വീടുകളും തന്നെ മണ്ണ് വെച്ചിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇത് തന്നെയാണ് ഈ ഗ്രാമത്തിലെ തനതായിട്ടുള്ള ഒരു ഗൃഹനിർമ്മാണ രീതി. അതുമാത്രമല്ല പിന്നെ നമ്മൾ കണ്ടത് ഇതിൻ്റെ കൂര പണിതിരിക്കുന്നത് ഓടുകൾ വെച്ചിട്ടാണ്. അത് നമ്മൾ കാണുന്ന ഓടുകൾ പോലെയല്ല, അത് ഒരുതരം സിലിണ്ടറിക്കലായിട്ടുള്ള ഓടുകളാണ്. ഈ ഓടുകൾക്ക് കുറച്ച് മെയിൻ്റനൻസ് കോസ്റ്റ് ഉണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അതെന്താണെന്ന് വെച്ചാൽ വർഷാവർഷം ഈ ഓടുകൾ ഇളക്കിയിട്ട് അത് വീണ്ടും സംയോജിപ്പിക്കണം. കാരണം എന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള ഓടുകളുടെ ഇടയിൽ ഇലകളും മറ്റും വീണിട്ട് അടുത്ത മഴക്കാലത്ത് മഴവെള്ളം ഉള്ളിലേക്ക് വീഴാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതൊക്കെയാണ് അതിനെ സംബന്ധിച്ച്. പിന്നെ ഈ വീടുകളൊക്കെ ശ്രദ്ധിച്ച മറ്റൊരു പ്രധാന കാര്യം നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടത് ഒരു വീടുകൾക്കും ജനലുകൾ ഇല്ല എന്നുള്ളതാണ്. പല വീടുകൾക്കും കതകുകൾ മാത്രമാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. പിന്നെ മറ്റൊരു കാര്യം നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടത് പല വീടുകളുടെയും വാതിലുകൾ ഉയരം കുറഞ്ഞതാണ്.
അത് നമ്മളുടെ പല യാത്രകളിലും നമ്മൾ ഗ്രാമീണ മേഖലകളിലും അല്ലെങ്കിൽ ഗോത്ര വർഗ്ഗക്കാർ താമസിക്കുന്ന ഇടങ്ങളിലുമൊക്കെ വീടുകളെ സംബന്ധിച്ച് കണ്ടിട്ടുള്ളതാണല്ലോ. ഇവിടങ്ങളിൽ എല്ലായിടത്തും വീടുകളുടെ വാതിലുകൾക്ക് ഉയരക്കുറവുള്ളതാണ്. അതേപോലെ തന്നെയാണ് ഇവിടുത്തെ വീടുകളുടെ വാതിലുകളും. പിന്നെ ഈ ഗ്രാമത്തിൽ എത്തിച്ചേർന്നപ്പോൾ വീടുകൾ കണ്ട മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, വീടുകൾ അലങ്കരിക്കുന്നതിന് അല്ലെങ്കിൽ വീടുകൾ ഭംഗിയാക്കുന്നതിന് മണ്ണ് പൂശുകയാണ് ചെയ്യുന്നത്. ഈ വീട്ടിൽ തന്നെ നമ്മൾ ശ്രദ്ധിച്ചാൽ കാണാം, ഇവിടെ മുകളിലത്തെ ഒരു ലെയർ ഒരു ചുവന്ന മണ്ണ്, അതിനിടയ്ക്ക് കരിമണ്ണ്, താഴെ ചാണകം, ആ രീതിയിലാണ് അവർ തേച്ചിരിക്കുന്നത്. ചുമരുകൾക്ക് ഈ കാണുന്ന ചുവന്ന നിറം കിട്ടാൻ വേണ്ടിയിട്ട് അവർ മണ്ണിൽ ഇഷ്ടികപ്പൊടി ഇടിച്ച് ചേർക്കും. അതുപോലെ തന്നെ താഴത്തെ ആ ഒരു കറുപ്പ് നിറം കിട്ടാനായിട്ട് അവർ കരിയാണ് മണ്ണിനോട് മിക്സ് ചെയ്യുന്നത്. ഏറ്റവും താഴെ ചാണകം മെഴുകിയിരിക്കുകയാണ്. ഈ രീതിയിലാണ് അവർ വീടുകൾ അലങ്കരിക്കുന്നത്. ഈ വീടുകളുടെ മേൽക്കൂരയെ താങ്ങി നിർത്തുന്നത് തടിയും അതോടൊപ്പം തന്നെ മുളം ചീളുകളും വെച്ചിട്ടാണ്. ഈ മുളം ചീളുകൾക്ക് മുകളിലാണ് ഈ ഓടുകളൊക്കെ അവർ നിരത്തി വെക്കുന്നത്. പിന്നെ മറ്റൊരു കാര്യം ശ്രദ്ധയിൽപ്പെട്ടത്, എല്ലാ വീടുകളോടും ചേർന്ന് പശുക്കളുണ്ട്, അതുപോലെ തന്നെ ആടുകളുണ്ട്. വീടുകളോട് ചേർന്ന് തന്നെയാണ് ഗ്രാമവാസികൾ അവയെ സംരക്ഷിക്കുന്നതും വളർത്തുന്നതുമൊക്കെ. അങ്ങനെ പറയാനുള്ളൊരു പ്രധാന കാരണം, പല ഗ്രാമങ്ങളിലും നമ്മൾ ചെല്ലുമ്പോൾ ആടുമാടുകൾക്ക് വേണ്ടിയിട്ട് പ്രത്യേക ഷെഡൊക്കെ നമ്മൾ കണ്ടിരുന്നു. പക്ഷേ ഇവിടെ എത്തിയപ്പോൾ അങ്ങനെയല്ല. ഇവിടെ മരച്ചുവട്ടിലും വീടിൻ്റെ മുന്നിലുമൊക്കെയാണ് ആടിനെയും മാടിനെയും ഒക്കെ അവർ കെട്ടുന്നത്. അങ്ങനെ ഈ ഗ്രാമത്തിലൂടെ നടക്കുന്ന സമയത്ത് മറ്റൊരു വീടിൻ്റെ മുൻവശത്തേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കുന്നത് മനോഹരമായി വരച്ചിരിക്കുന്ന ഒരുപാട് ചിത്രങ്ങളാണ്. അത് പല ചിത്രങ്ങളുണ്ട്, വാദ്യോപകരണങ്ങളുടെ ഉണ്ട്, അതോടൊപ്പം തന്നെ ഗണപതിയുടെ ഉണ്ട്. അങ്ങനെ കുറച്ച് ചിത്രങ്ങൾ ഈ വീടിൻ്റെ മുൻവശത്ത് കാണാൻ കഴിഞ്ഞു. അപ്പോൾ ഇവിടെ നമ്മൾ അന്വേഷിച്ചപ്പോൾ നമുക്കറിയാൻ കഴിഞ്ഞത്, എല്ലാ വീടുകളുടെ മുന്നിലും ഇതുപോലത്തെ ചിത്രങ്ങൾ കാണാൻ സാധിക്കില്ല. ഏത് വീട്ടിലാണോ കല്യാണം നടക്കുന്നത് ആ വീടുകളിൽ മാത്രമാണ് ഇങ്ങനത്തെ ചിത്രങ്ങൾ വരയ്ക്കുക എന്നാണ് നമുക്കറിയാൻ കഴിഞ്ഞത്. നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ വീട്ടിലും കഴിഞ്ഞിടയ്ക്കാണ് ഒരു വിവാഹം ഉണ്ടായിരുന്നത്. ആ ഒരു സമയത്താണ് ഇതുപോലത്തെ ചിത്രങ്ങൾ വരച്ചത്. നമ്മളിപ്പോൾ ഈ കാണുന്ന ചിത്രങ്ങൾ നല്ല രീതിയിൽ വരയ്ക്കണമെങ്കിൽ വീടും അതുപോലെ നല്ല രീതിയിൽ മിനുസപ്പെടുത്തിയെങ്കിൽ മാത്രമേ നല്ല ഭംഗിയായിട്ട് ഇതുപോലത്തെ ചിത്രങ്ങൾ വരയ്ക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ ഈ വീടും ഈ ചിത്രങ്ങളൊക്കെ നല്ല ഭംഗിയായിട്ടാണ് നമുക്കിവിടെ കാണാൻ കഴിഞ്ഞിരിക്കുന്നത്. നമ്മൾ ഈ ഗ്രാമത്തിലൂടെ ചുറ്റി സഞ്ചരിച്ചപ്പോൾ ഈ ഒരു വീടിൻ്റെ അടുത്തെത്തി. അപ്പോൾ ഇവിടെ കുറച്ച് കാഴ്ചകളൊക്കെ കണ്ടു. അതെന്താണെന്ന് കിരൺ ഈ വീട്ടുടമസ്ഥയായ സ്ത്രീയോട് ചോദിക്കുകയുണ്ടായി. അപ്പോൾ കിരൺ എന്താണ് അവരോട് ചോദിച്ചത്, അവരെന്താണ് കിരണിനോട് പറഞ്ഞു എന്നൊക്കെ നമുക്കൊന്ന് മനസ്സിലാക്കാം. കിരൺ, യു ആർ ആസ്കിങ് സം ക്വസ്റ്റ്യൻസ് ടു ദം. വാട്ട് വർ യു ആസ്കിങ് ആൻഡ് വാട്ട് വാസ് ദെയർ ആൻസർ? I was just asking about that, where they are keeping their grains, in the floor or in that upper shed, like wooden shelves there sometimes. No, they are keeping their grains in the floor also with that sack. Also, we saw a basket-like thing hanging on the wall. What was it? That is made of some wooden Bamboo. Bamboo. It is peeled off and it is made. It is what is it used for? It is used to catch fish. I see. Nearby river is there. Okay. One small river. They go there to catch fish. It is used to catch fish. ഇപ്പോൾ ഇതാണ് കാര്യം. നമ്മളിതിൽ നടന്നു വന്നപ്പോൾ ഈ വീട്ടിൻ്റെ മേൽക്കൂരയുടെ മേളിൽ രണ്ടാമതൊരു ചെറിയൊരു കൂര നമ്മൾ കാണാൻ സാധിച്ചു. അപ്പോൾ എന്താണ് ആ കൂര എന്ന് നമ്മൾ അവരോട് ചോദിച്ച് മനസ്സിലാക്കിയായിരുന്നു. അപ്പോൾ ആദ്യം കിരൺ വിചാരിച്ചത് ധാന്യങ്ങൾ സൂക്ഷിക്കുന്ന ഒരു ഭാഗമാണെന്നാണ് വീടിൻ്റെ മുകളിലുള്ള. പക്ഷേ ഈ വീട്ടുടമസ്ഥയോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു അതല്ല, അവരുടെ പഴയ വീട് എക്സ്റ്റെൻഡ് ചെയ്തതിൻ്റെ ഭാഗമാണ് ഈ ചുറ്റും കാണുന്നതെന്നാണ്. ആ കാണുന്ന മേൽക്കൂരയായിരുന്നു മുൻപേ ഉണ്ടായിരുന്ന വീട്. പിന്നീട് അവർക്ക് കാശൊക്കെ കിട്ടിയതിന് ശേഷമായിരിക്കണം അവർ വീട് കുറച്ചുകൂടെയൊക്കെ എക്സ്പാൻഡ് ചെയ്തു, കുറച്ചുകൂടെയൊക്കെ വികസിപ്പിച്ചു. അപ്പോൾ അതാണ് അതിനെ സംബന്ധിച്ചിട്ടുള്ള കാര്യം. പിന്നീട് നമ്മൾ അവരോട് ചോദിച്ചു, അങ്ങനെയാണെങ്കിൽ ഒരു വർഷത്തേക്കുള്ള ധാന്യങ്ങൾ എങ്ങനെയാണ് അവർ സൂക്ഷിച്ച് വെച്ചിരിക്കുന്നതെന്ന്. അപ്പോൾ അവർ പറഞ്ഞത് വലിയ ചാക്കുകളിൽ ധാന്യങ്ങൾ ശേഖരിച്ച് വീടിനുള്ളിലും പുറത്തും സൂക്ഷിച്ച് വെക്കുകയാണ് ചെയ്യുന്നതെന്നാണ്. പിന്നെ മറ്റൊരു കാര്യം വീട്ടിലെത്തിയപ്പോൾ ശ്രദ്ധിച്ചത്, വീടിനോട് ചേർന്ന് വീടിൻ്റെ പുറം ചുമരിൽ ഒരു കൂട ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്നു. അപ്പോൾ അതിനെ സംബന്ധിച്ച് അവരോട് ചോദിച്ചപ്പോൾ ഇതിനടുത്തൊരു നദിയുണ്ടെന്നും അവിടെ നിന്ന് മീൻ പിടിക്കാൻ വേണ്ടിയിട്ടാണ് അവർ മുള കൊണ്ട് കൂട ഉണ്ടാക്കിയതെന്നുമാണ് നമ്മളോട് പറഞ്ഞത്. നമ്മുടെ നാട്ടിലും പലർക്കും ഒക്കെ അറിയാവുന്നതായിരിക്കും ഇങ്ങനെയുള്ള കൂടകൾ ഉപയോഗിച്ച് മീൻ പിടിക്കുന്നത്. അത് കൂടുതൽ നമ്മൾ കണ്ടിട്ടുള്ളത് നദീതീരങ്ങളിൽ താമസിക്കുന്ന ആദിവാസി കുടികളിലും മറ്റുമൊക്കെയാണ്. ഇവിടെ എത്തിയപ്പോൾ കണ്ടോ, ചുമരിനോട് ചേർന്ന് കുറേ മൺകലങ്ങൾ കമിഴ്ത്തി വെച്ചിരിക്കുകയാണ്. അപ്പോൾ അറിയാൻ കഴിഞ്ഞത് ഇത് നെല്ല് പുഴുങ്ങാൻ വേണ്ടിയിട്ടുള്ളതാണെന്നാണ്. നമ്മുടെ നാട്ടിൽ മാത്രമല്ല, ഒഡീഷയിലെ ഗ്രാമങ്ങളിലും നെല്ല് പുഴുങ്ങിയിട്ടാണ് അവർ അരിയാക്കുന്നത്. ആന്ധ്രയിലൊക്കെ അവർ പോളിഷ് റൈസാണ് കഴിക്കുന്നത്. പക്ഷേ ഈ ഭാഗങ്ങളിൽ നെല്ല് പുഴുങ്ങി അരിയാക്കിയിട്ടാണ് നമ്മൾ കേരളത്തിലുള്ളവർ കഴിക്കുന്ന പോലെയാണ് ഇവിടെയും അവർ കഴിക്കുന്നത്. അപ്പോൾ അതിനുപയോഗിക്കുന്ന മൺകലങ്ങളാണ് അവരിങ്ങനെ നിരനിരയായിട്ട് വീടിൻ്റെ തിണ്ണയിൽ അടുക്കി വെച്ചിരിക്കുന്നത്. എന്തായാലും ഉച്ചയ്ക്ക് ഭക്ഷണമൊന്നുമില്ല. നമ്മുടെ കൂടെ വന്ന ഇവരും പെട്ടിരിക്കുകയാണ്. ഇവിടെ അടുത്തൊന്നും ഹോട്ടലില്ല. നമുക്കിത് ശീലമായതുകൊണ്ട് കുഴപ്പമില്ല. എന്തായാലും ഭാഗ്യത്തിന് ഈ ഗ്രാമത്തിലൊരു കടയുണ്ടായിരുന്നു. അതുകൊണ്ട് 1-2 ബിസ്ക്കറ്റും അതോടൊപ്പം തന്നെ
കുറച്ച് സ്നാക്സുകളൊക്കെ വാങ്ങിക്കാനായിട്ട് സാധിച്ചു. അതൊക്കെ മേടിച്ച ഒരു ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റിലാണ് ഇന്നത്തെ ഉച്ചക്കത്തെ ഭക്ഷണം. എന്തായാലും ഇവരൊക്കെ നല്ല രീതിയിൽ വിശക്കുന്നുണ്ട് എന്നുള്ളത് നമുക്കറിയാം. പക്ഷേ ഇപ്പം നിവൃത്തിയില്ല. പുറത്തിറങ്ങിയതിന് ശേഷം നമുക്കിനി കാര്യമായിട്ട് കഴിക്കാമെന്നാണ് വിചാരിക്കുന്നത്. തൽക്കാലം ഉള്ള ബിസ്ക്കറ്റ് കൊണ്ടും സ്നാക്സ് കൊണ്ടൊക്കെ ഇപ്പോൾ ഉച്ചക്കത്തെ ഭക്ഷണം നമുക്ക് കഴിക്കാം. എന്തായാലും ഈ ഒരു അവസരത്തിൽ ഒരു കാര്യം കൂടി പറയാം. ഇവിടുത്തെ സ്ത്രീകളെക്കുറിച്ചാണ്. സ്ത്രീകളുടെ വസ്ത്രധാരണം, അവരുപയോഗിക്കുന്ന സാരി നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കും. അവർ സാരിയുടെ തുമ്പ് ഇങ്ങനെ തലയെക്കൂടെ ചുറ്റിയാണ് അവർ സാരി ധരിക്കുന്നത്. അവരുടെ വസ്ത്രധാരണ രീതി അത് ഒഡീഷയിൽ വന്നു കഴിഞ്ഞപ്പോൾ നമുക്ക് കാണാൻ സാധിച്ചു കേട്ടോ. ആന്ധ്രയിലും തമിഴ്നാട്ടിലും അതോടൊപ്പം തന്നെ കേരളത്തിലൊന്നും നമുക്ക് അങ്ങനത്തെ സാരി ധരിക്കുന്ന ആൾക്കാരെ നമുക്ക് കാണാൻ കഴിയില്ല. ഇവിടെ ഈ ഒരു ഭാഗത്ത് വന്നപ്പോൾ, ഒഡീഷ ഭാഗത്തേക്ക് വന്നപ്പം സ്ത്രീകൾ വസ്ത്രം ധരിക്കുന്നത് അങ്ങനെയാണ്. പിന്നെ പ്രായമായ ആൾക്കാരൊന്നും അങ്ങനെ അധികം ഉപയോഗിച്ച് കണ്ടിട്ടില്ല. അവർ സാധാരണ നോർമൽ രീതിയിൽ തന്നെയാണ് സാരി ധരിക്കുന്നത്. പിന്നെ കുറച്ച് പ്രായമായ അമ്മച്ചിമാരൊന്നും ബ്ലൗസ് ധരിക്കാറില്ല. അത് നമ്മുടെ മുന്നത്തെ വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ട്. പ്രായമായ സ്ത്രീകളൊന്നും ബ്ലൗസ് ധരിക്കാറില്ല. ഇപ്പോൾ ഈ കടയിൽ സാധനം വിൽക്കാൻ നിൽക്കുന്ന ചേച്ചിയെ കണ്ടപ്പോഴാണ് ആ ഒരു കാര്യം ഓർത്തത്. അങ്ങനെ ആ ഗ്രാമത്തിൽ നിന്ന് ഞങ്ങളെല്ലാവരും കൂടി നേരത്തെ പറഞ്ഞല്ലോ ഒരു പട്ടണം ഉണ്ടെന്ന്, നിയോഗോൺ എന്ന് പറഞ്ഞ സ്ഥലം, ആ ഒരു സ്ഥലത്തേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇവിടെ ഒരു ചെറിയ മാർക്കറ്റുണ്ട്. അത്യാവശ്യം പച്ചക്കറികളും മറ്റ് സാധനങ്ങളൊക്കെ വാങ്ങിക്കുന്ന, അതായത് നമ്മളിപ്പോൾ കണ്ട ഗ്രാമവാസികളൊക്കെ പച്ചക്കറികളും മറ്റ് സാധനങ്ങളൊക്കെ വാങ്ങിക്കുന്നത് ഈ ഒരു മാർക്കറ്റിൽ നിന്നാണ്. ഇന്നത്തെ ദിവസം ഒരു ചന്ത ദിവസമാണ്. അപ്പോൾ ഒരുപാട് ഉൽപ്പന്നങ്ങൾ ഈ ഒരു മാർക്കറ്റിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട് എന്നാണ് നമുക്കറിയാൻ കഴിഞ്ഞത്. എന്തായാലും ഇനി അവിടെ പോയിട്ട് ഇവരുടെ മാർക്കറ്റും കാര്യങ്ങളൊക്കെ കാണാം. എന്തെങ്കിലും വ്യത്യസ്തമായ കാഴ്ചകളൊക്കെ ഉണ്ടെങ്കിൽ കാണുകയും ചെയ്യാമല്ലോ. നമ്മൾ ന്യൂഗോണിലെ മാർക്കറ്റിനകത്ത് പ്രവേശിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ കുറേ ഇങ്ങനെ പൊടികൾ ഇങ്ങനെ കാണാൻ കഴിഞ്ഞു. അത് ചില ഇലകളുടെ പൊടിയാണ്. അപ്പോൾ കിരണിനോട് ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞത് ഇത് കറികൾക്കിടുന്ന ചില മേത്തി പൗഡർ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ, ആ മേത്തി പൗഡറൊക്കെയാണ് ഇതെന്നാണ് മനസ്സിലായത്. അപ്പോൾ അങ്ങനെ ഒരുപാട് സാധനങ്ങൾ ഈ മാർക്കറ്റിൽ വിൽക്കാൻ വെച്ചിട്ടുണ്ട്. അവർ നമ്മൾ നേരത്തെ കണ്ട ഗ്രാമത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന പച്ചക്കറികളൊക്കെയാണ് ഈ ഗ്രാമീണർ ഇവിടെ കൊണ്ടുവന്നിട്ട് ഈ മാർക്കറ്റിൽ വിൽക്കുന്നത്. ഇതൊരു പ്രധാന പട്ടണമാണിത്, ന്യൂഗോൺ എന്ന് പറയുന്നത്. ഈ ഒരു ആഴ്ചച്ചന്തയിൽ ആൾക്കാർ വരുന്ന തിരക്കൊക്കെയാണ് നമ്മളിപ്പോൾ കാണുന്നത്. അപ്പോൾ അങ്ങനെ ഒരുപാട് ഫ്രഷ് ആയിട്ടുള്ള പച്ചക്കറികളൊക്കെ ഇവിടെ വാങ്ങിക്കാൻ കിട്ടും. അതുപോലെ തന്നെ ഈ ഇല പൊടിയൊന്നും നമുക്ക് കേരളത്തിലെ ഒരു മാർക്കറ്റിലും വാങ്ങിക്കാൻ കിട്ടുമെന്ന് തോന്നുന്നില്ല. ഒരുപക്ഷെ മേത്തി പൗഡറൊക്കെ വാങ്ങിക്കാൻ കിട്ടുമായിരിക്കാം. പക്ഷേ ഇങ്ങനെ പലതരത്തിലുള്ള ഇലകളുടെയും പൂക്കളുടെയൊക്കെ പൊടികൾ ഇവർ വിൽപ്പനയ്ക്ക് ഇവിടെ വെച്ചിട്ടുണ്ട്. അതിങ്ങനെ അളന്ന് കൊടുക്കുന്നത് ഒരു നാഴി കണക്കിലാണ്. ചെറിയൊരു ടിന്നാണ് അതിൻ്റെ ഒരു അളവായിട്ട് കാണുന്നത്. ഇപ്പോൾ എൻ്റെ പുറകിൽ ഒരു സ്ത്രീ കച്ചവടം ചെയ്യുന്ന ഒരു സാധനമുണ്ട്. ഇതിൻ്റെ പേര് ബറി എന്നാണ്. ഇത് ഒഡീഷക്കാരുടെ വളരെ വിശിഷ്ടമായിട്ടുള്ളൊരു ഭോജ്യങ്ങളിൽ ഒന്നാണ്. അവർ കറിയൊക്കെ ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഒന്നാണ് ഈ ബറി എന്ന് പറയുന്ന സാധനം. അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ വളരെ സിമ്പിളാണ്. നമ്മൾ ഉഴുന്നുവടയൊക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ഉഴുന്നുണ്ടല്ലോ, അത് അവരൊരു ഓവർനൈറ്റ് ആയിട്ട് അല്ലെങ്കിൽ ഒരു രാത്രി വെള്ളത്തിൽ കുതിർത്ത് വയ്ക്കും. അങ്ങനെ കുതിർത്ത് വെച്ചതിന് ശേഷം പിറ്റേന്ന് രാവിലെ ആ വെള്ളം ഊറ്റിക്കളഞ്ഞിട്ട് ഇത് ചെറുതായിട്ട് അരച്ചെടുത്തിട്ട് ഈ കാണുന്ന രീതിയിൽ ചെറിയ ചെറിയ ഗോളങ്ങളാക്കിയിട്ട് അവർ ഉണക്കിയെടുക്കും. അങ്ങനെ ഉണക്കിയെടുക്കുന്ന സാധനത്തിനെയാണ് ബറി എന്ന് ഒഡിയയിൽ പറയുന്നത്. ഇങ്ങനെ ഉണക്കിയെടുക്കുന്ന ബറി ഒരു വർഷത്തോളം കേടുകൂടാതെ സൂക്ഷിച്ചു വയ്ക്കാൻ പറ്റുമെന്നാണ് കിരൺ നമ്മളോട് പറഞ്ഞത്. ഇത് കണ്ടില്ലേ, ഇത് ചൂലാണ് കേട്ടോ. നമ്മുടെ നാട്ടിൽ ഈർക്കിൽ വെച്ചുണ്ടാക്കുന്ന ചൂല്, അതിൻ്റെ ഒരു ഒഡിയ വേർഷനാണിത്. ഇതവർ വളരെ ഭംഗിയായിട്ട് ഉണ്ടാക്കിയിരിക്കുകയാണ്. ഇങ്ങനെ ഓർണമെൻ്റലായിട്ട് ഇങ്ങനെ ചുറ്റി എടുത്തിരിക്കുകയാണ് ഒരു സാധനം. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു ഭാഗത്തുനിന്ന് ഈ ഒരു ഭാഗത്തേക്ക് നമ്മളൊരു കയറ് കെട്ടിയിട്ടാണ് ഇത് ഉറപ്പിക്കേണ്ടത്. ഇതിവിടെ കാണുന്ന പുല്ലിൽ നിന്നുണ്ടാക്കുന്നതാണ്. വീട് അടിച്ചു വരാനൊക്കെ നല്ല പ്രയോജനപ്രദമായിട്ടുള്ളൊരു സാധനമാണ്. ഈ ചൂലുണ്ടാക്കുന്നത് അതാത് പ്രദേശങ്ങളിൽ നിന്ന് എളുപ്പത്തിൽ കിട്ടുന്ന റോ മെറ്റീരിയൽസ് ഒക്കെ വെച്ചിട്ടാണ് ചൂലുണ്ടാക്കുന്നത്. നമ്മുടെ നാട്ടിൽ തെങ്ങോല ഒരുപാട് കിട്ടുന്നതുകൊണ്ട് അതിൻ്റെ ഈർക്കിൽ വെച്ചിട്ട് നമ്മൾ ചൂലുണ്ടാക്കുന്നു. ഈ ഒരു പുല്ല് ഇവിടെ സുലഭമായതുകൊണ്ട് അവർ ഇത് വെച്ചിട്ടുണ്ടാക്കുന്നു. പക്ഷേ എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചത് ഇത് വളരെ ഭംഗിയായിട്ട് ഇവർ നെയ്ത് എടുത്തിരിക്കുകയാണ്. അപ്പോൾ ഇതൊരു ചൂലാണെന്ന് പോലും ഒരുപക്ഷെ പറയത്തില്ല. വീട്ടിൽ വേണമെങ്കിൽ നമുക്ക് അലങ്കരിക്കാനൊക്കെ നമ്മുടെ നാട്ടിൽ കൊണ്ട് ഉപയോഗിക്കാവുന്ന ഒരു സാധനം പോലെ എനിക്ക് തോന്നുന്നുണ്ട്. നമ്മളങ്ങനെ ഈ മാർക്കറ്റിലൂടെ നടന്നപ്പോൾ ഇങ്ങനെ ഒരു കെട്ട് ഒരു സ്ത്രീ വിൽക്കുന്നതുണ്ട്. ഒരു കുറച്ച് മരത്തിൻ്റെ കമ്പുകളാണ് ഇതിങ്ങനെ കെട്ടി വെച്ചിട്ട് ഓരോ ബണ്ടിലായിട്ട് അവർ വിൽക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഒരുപക്ഷെ പലർക്കൊക്കെ അറിയാവുന്നതാണ്, ഉത്തരേന്ത്യയിലൊക്കെ ആൾക്കാർ രാവിലെ പല്ല് തേക്കാൻ വേണ്ടിയിട്ട് ഇതിങ്ങനെ ചവച്ച് പോകും. അത് സംഗതി അത് തന്നെയാണ്. പക്ഷേ ഇവിടെ വിൽക്കുന്നത് 3 തരം മരങ്ങളുടെ കമ്പുകളാണ് ഇവിടെ വിൽക്കുന്നത്. നമുക്ക് കിരണിനോട് തന്നെ ചോദിച്ചിട്ട് മനസ്സിലാക്കാം എന്തൊക്കെ തരം കമ്പുകളാണ് അവർ ഈ പല്ല് ക്ലീൻ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതെന്ന്. Can you tell me how much variety of these branches of the trees they are using to clean the... They have 3 varieties. Right now she has only 3 varieties. To my knowledge, I have only know about only 2 varieties.
Now they are telling one more variety, that is Rani, and one is Sargi and one is Karanji. കരഞ്ചി Three varieties. ആൻഡ് റാന്നി, Karanji, Rani, and this one is Sargi. സർഗി. Three varieties are അപ്പൊ കിരൺ പറയുന്നുണ്ടായിരുന്നു ഇത് 3 തരം മരങ്ങളുടെ കമ്പുകളാണ് ഒരു പല്ല് തേക്കാൻ ഉപയോഗിക്കുന്നത്. ഒന്നിന്റെ പേര് സർഗി എന്നാണ്, ഒന്നിന്റെ കരഞ്ചി, മൂന്നാമത്തേന്റെ പേര് റാന്നി എന്നാണ്. അപ്പൊ ഇങ്ങനെ 3 മരങ്ങളുടെ കമ്പുകളാണ് ഇവരിങ്ങനെ ബണ്ടിലാക്കിയിട്ട് വിൽക്കാനിവിടെ വെച്ചിരിക്കുന്നത്. അപ്പൊ നമ്മളോട് നോക്കുമ്പോൾ പഴയ പ്രായമായ ആൾക്കാരൊക്കെ ഇത് വന്ന് ഇതിന്റെ കെട്ടുകൾ വന്ന് വാങ്ങിക്കുന്നുണ്ട്. അങ്ങനെ ഒരു കാഴ്ച ഇവിടെ എത്തിയപ്പോൾ കാണാൻ കഴിയും. അങ്ങനെ നടന്ന് ക്ഷീണിച്ച് ചായ എങ്കിലും കുടിക്കാമെന്ന് വിചാരിച്ചു. ഇവിടെ അടുത്ത ഹോട്ടൽ കിട്ടണമെങ്കിൽ പാടല്ലേ? ഇല്ല, ഇവിടെ അടുത്ത ഹോട്ടലൊന്നുമില്ല. തൽക്കാലം ഓരോ ചായ കുടിച്ച് സംതൃപ്തിപ്പെടുക എന്ന് മാത്രമേ നമുക്ക് ഈ ഒരു അവസ്ഥയിൽ സാധിക്കുകയുള്ളൂ. ഇവരെല്ലാം വിശന്നിങ്ങനെ കഷ്ടപ്പെട്ട് നിൽക്കുകയാണ്. നമുക്ക് ശീലമാണ്, എന്താ ചെയ്യുക. അപ്പോൾ ചായ കുടിക്കട്ടെ. എന്തായാലും ഇവരുടെ ഗ്രാമത്തിൽ വന്നിട്ട് ഒരു ചായ കുടിച്ചില്ലെങ്കിൽ മോശമല്ലേ. മാർക്കറ്റിലെ കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ നേരെ തിരിച്ച് നമ്മുടെ വാഹനം പാർക്ക് ചെയ്തിരിക്കുന്ന ആ ഒരു ഭാഗത്തേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇനി നമ്മൾ തിരിച്ച് റൂർക്കല ഭാഗത്തേക്ക് പോവുകയാണ്. എന്തായാലും നമ്മുടെ യാത്രയിൽ ഒരു ടിപ്പിക്കൽ ഒഡീഷ വില്ലേജ് കാണണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അതെന്തായാലും ഈ ഒരു സ്ഥലത്തെത്തിയതുകൊണ്ട് നമുക്ക് കാണാൻ സാധിച്ചു. പ്രത്യേകിച്ച് അവരുടെ വീടുകൾ, അതോടൊപ്പം തന്നെ അവരുടെ ജീവിത സാഹചര്യങ്ങൾ, അതൊക്കെ നമുക്ക് ഈ ഒരു യാത്രയിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിരിക്കുകയാണ്. എന്തായാലും അതിന് നമ്മളെ സഹായിച്ച ഇവരൊക്കെ തന്നെയാണ്. ഇപ്പോൾ പ്രത്യേകിച്ച് നന്ദി ബിൻസനോടും അതോടൊപ്പം തന്നെ നമ്മുടെ സുഹൃത്തുക്കളോടെല്ലാം പറയുകയാണ്. ഇവരൊക്കെ ഉള്ളതുകൊണ്ട് ഈ ഗ്രാമങ്ങളിലൂടെയൊക്കെ പോയി ഓരോ കാഴ്ചകളൊക്കെ നമുക്ക് കാണാൻ സാധിച്ചു. ഇനി എന്തായാലും വേറെ പ്രത്യേകിച്ച് കാഴ്ചകളോ വിശേഷങ്ങളോ ഒന്നും നമുക്കിനി ഇന്ന് കാണാനായിട്ട് സാധിക്കില്ല. അതുകൊണ്ട് ഇന്ത്യ ഇൻസൈറ്റ് ചാപ്റ്റർ 1ൻ്റെ ഇന്നത്തെ കാഴ്ചകൾ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. അടുത്ത വീഡിയോയിൽ മനോഹരമായ കാഴ്ചകളുമായിട്ട് വരാം. അതുവരെ ഏവർക്കും ബൈ.